ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പരിഷത്ത് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പഴയകാലമൊക്കെ ഓർമ്മ വരികയാണ്. പണ്ട് പരിഷത്ത് വളരെ അനൗപചാരികമായ ഒരു സംഘടനയായിട്ടാണല്ലോ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിഷത്തിന്റെ ഓഫീസും വളരെ അനൗപചാരികമാണ്. എവിടെയാണോ തിരഞ്ഞെടുക്കപ്പെട്ട ആളുള്ളത് അദ്ദേഹത്തിന്റെ മേശയ്ക്ക് ചുറ്റും ആയിരിക്കും ഓഫീസ്. 62-ലാവുമ്പോൾ എനിക്ക് തോന്നുന്നത് KGID UDDയും 2-3 ആൾക്കാരുടെയൊക്കെ പോക്കറ്റിലായിരുന്നു. അവർ നടക്കുന്നിടത്തൊക്കെ പരിഷത്തിന്റെ ഓഫീസ്. അത് കഴിഞ്ഞ ശേഷം RECയിലെ അച്യുതമാഷ് ജനറൽ സെക്രട്ടറി ആവുന്ന കാലത്ത് അവിടെ ചെറിയൊരു സംഘം രൂപപ്പെട്ടു വരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിലെ ഓഫീസ് മുറികളായിരുന്നു അന്നത്തെ പരിഷത്ത് ഭവൻ. REC ആണ് രജിസ്ട്രേഡ് ഓഫീസിന്റെ കേന്ദ്രവും. അത് കഴിഞ്ഞ് പതുക്കെയാണ് പരിഷത്ത് ഓഫീസിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഞാൻ 1972 പരിഷത്തിൽ വരുമ്പോൾ അന്ന് പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി MB പരമേശ്വരനാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന്റെ മേശയുടെ ഒരു സൈഡിൽ ഒരു ഷെൽഫുണ്ട്. തൂങ്ങിക്കിടക്കുന്ന കുറെ ഫയലിട്ടുള്ള വളരെ വില കുറഞ്ഞ ഒരു ഷെൽഫ്. ആ തൂങ്ങിക്കിടക്കുന്ന ഫയലുകളിലാണ് പരിഷത്തിന്റെ ആത്മാവും പരമാത്മാവും മെമ്പർഷിപ്പും എല്ലാം തൂങ്ങുന്നത്. നരച്ചീറുകളെ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അന്ന് വൈകുന്നേരം വരെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജോലി ചെയ്ത ശേഷം ഞങ്ങള് പരിഷത്തിന്റെ ജോലി ആരംഭിക്കും. 5 മണിക്കോ 6 മണിക്കോ MN സുബ്രഹ്മണ്യം ഉണ്ടാവും, MB ഉണ്ടാവും. അന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള മിക്കവാറും എല്ലാവരും ആറ്റിങ്ങൽ രാമേന്ദ്രൻ, കൊച്ചുനാരായണൻ, KN ശ്രീനിവാസൻ, ഗോപിമണി, അങ്ങനെ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള മുഴുവൻ ആൾക്കാരും പരിഷത്തുകാരാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നതും ചർച്ച ചെയ്യുന്നതൊക്കെ. ഡയറക്ടറാണെങ്കിൽ NV കൃഷ്ണവാര്യരാണ്, അദ്ദേഹവും ഏറ്റവും ആദ്യത്തെ പരിഷത്തിന്റെ ട്രഷററാണ്. അപ്പോൾ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ഔപചാരികമായ കേന്ദ്രങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് ചില സ്ഥലങ്ങളിൽ പരിഷത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില ഓഫീസുകൾ ആവശ്യമായിട്ട് വന്നു. അതിൽ ഒരെണ്ണം എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ AG's ഓഫീസിന്റെ എതിരെയുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്ന ഒരു ഓഫീസ് നമ്മൾ തുടങ്ങി 1970കളുടെ ആദ്യത്തിൽ. അന്ന് PT ഭാസ്കര പണിക്കരൊക്കെ വളരെ സജീവമായിട്ട് നമ്മുടെ നേതൃത്വത്തിലുള്ള കാലമാണ്. അവിടെ വൈകുന്നേരത്ത് ഒരുമിച്ച് കൂടുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഒരു ഓഫീസ് സ്പേസ് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് അതാണ്. അവിടെ വൈകുന്നേരത്ത് പ്രത്യേകിച്ചും 2ാം ചൊവ്വ, ഈ ചൊവ്വാഴ്ച മോശപ്പെട്ട ദിവസമാണ്, എന്നാൽ പിന്നെ ചൊവ്വാഴ്ച തന്നെ ആവാൻ നമ്മുടെ മീറ്റിങ്ങുകൾ നിന്ന് പരിഷത്ത് തീരുമാനിച്ചിട്ടാണ് 2ാം ചൊവ്വ മീറ്റിങ്ങുകൾ. പതിവായിട്ട് കുറേ കാലം 2ാം ചൊവ്വയിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രകാരൻ അല്ലെങ്കിൽ ഡോക്ടർ വന്ന് 10-20 പേര് എങ്ങനെയായാലും ഉണ്ടാവും. അവിടെ ഇരുന്ന് ശാസ്ത്രകാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ഓഫീസ് രൂപപ്പെട്ടു വരുന്നു. പരിഷത്തിന്റെ ജില്ലാ കമ്മിറ്റി, പരിഷത്തിന്റെ മേഖലകൾ, അതൊക്കെ പതുക്കെ ഉണ്ടായി വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള സംഘടനാപരമായ മീറ്റിങ്ങുകളൊന്നും ഇവിടെ അല്ല കൂടുക. അതൊക്കെ മിക്കവാറും ഏതെങ്കിലും സ്കൂളിലായിരിക്കും. പല മീറ്റിങ്ങുകളും എവിടെയാണ് നമുക്ക് സ്വാധീനമുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരുള്ള യൂണിവേഴ്സിറ്റി കോളേജ് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. പഞ്ചൂർ സ്കൂളിൽ മീറ്റിംഗ് കൂടുമായിരുന്നു. SMB സ്കൂള് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് 4-5 ബെഞ്ച് പുറത്തേക്ക് എടുത്തിട്ട് അവിടെ തുറസായ സ്ഥലത്തിരുന്ന് പരിഷത്തിന്റെ കമ്മിറ്റി മീറ്റിംഗ് കൂടും. വളരെ അനൗപചാരികമായിട്ടാണ്. ചിലപ്പോൾ രാത്രി നടക്കുന്ന കമ്മിറ്റി ആണെങ്കിൽ അവിടെയൊക്കെ തന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങുകയും ചെയ്യും ബെഞ്ചിന്റെ മുകളിൽ. അപ്പൊ അക്കാലത്തൊന്നും പരിഷത്ത് ഭവൻ അല്ലെങ്കിൽ പരിഷത്തിന്റെ ഒരു ഓഫീസ് എന്ന് ഒന്നും ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓഫീസ് ഉണ്ടാവണം എന്നൊരു തോന്നലുണ്ടായിരുന്നില്ല. എവിടെയൊക്കെ പ്രവർത്തകരുണ്ടോ അവിടെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാമല്ലോ എന്നുള്ളതായിരുന്നു ആദ്യകാലത്തെ ധാരണ. അത് കഴിഞ്ഞ് പിന്നീട് വളരെ കാലത്തിന് ശേഷം പരിഷത്തിന് ആദ്യമായിട്ടൊരു പ്രോജക്റ്റ് കിട്ടുന്ന പ്ലാനിംഗ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ എല്ലാ വായനശാലകളിലും സ്കൂളുകളിലും കുറേ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ സയൻസ് പുസ്തകങ്ങൾ എത്തിക്കുന്നതിൻ്റെ ഒരു പ്രോജക്റ്റ് കിട്ടി. അതിന് മുഴുവൻ പണി നടക്കുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള കുറേ പുസ്തകങ്ങൾ വാങ്ങുന്നു, പരിഷത്തിൻ്റെ കുറച്ച് പുസ്തകങ്ങളെ ഒന്നുള്ളൂ, അത് കൂട്ടിച്ചേർക്കുന്നു, കെട്ടുന്നു, ലോറിയിൽ കയറ്റുന്നു, ലോറിയിൽ ഞങ്ങൾ തന്നെ കയറുന്നു, ഞങ്ങൾ തന്നെ കയറ്റുന്നു, കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാ പണികളും ഈ ഗോപാലൻ നായരുടെ ചായക്കടയുടെ കാര്യം പറഞ്ഞ പോലെ ചായ ഉണ്ടാക്കുന്നതും വിളിച്ചു പറയുന്നതും എടുക്കുന്നതും ചായ അടിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ തന്നെ നമ്മളെല്ലാവരും ആയിരുന്നു. അതൊരു രസമുള്ള കാലമായിരുന്നു. കാരണം അതിൽ അവിടെ എത്തുമ്പോഴേക്ക് ഈ പ്രവർത്തകരല്ലാത്തവരെന്ന് പറഞ്ഞ 2 വിഭാഗമില്ല. എല്ലാ പണിയും എല്ലാവരും ചെയ്യുന്ന, അത് ഭയങ്കര രസമുള്ളൊരു കാലമായിരുന്നു. പിന്നീട് ഈ ചെറക്കുളം റോഡിലെ തിരുവനന്തപുരം സ്റ്റാച്യു നിന്ന് താഴോട്ട് വന്ന് ചെറക്കുളം കോളനിയിലേക്ക് പോകുന്ന റോഡുണ്ടല്ലോ, ആണ് നമ്മൾ ആദ്യമായിട്ടൊരു കെട്ടിടം എടുക്കുന്നത്. അത് എടുക്കാനുള്ള കാരണം അവിടെ വെച്ചിട്ടാണ് സയൻസ് ക്രീം എന്ന് പറയുന്ന നമ്മുടെ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നത്. അന്ന് ഞങ്ങൾ കിടന്നുറങ്ങുന്നതും ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ അവിടെ തന്നെയാണ്. അതൊരു എന്താ പറയുക, ഒരു ഭ്രാന്തന്മാരുടെ കേന്ദ്രം എന്ന് പുറത്തുള്ളവർക്ക് പറയത്തക്ക വിധത്തിൽ തന്നെ രാപ്പകൽ പണിയെടുക്കുന്നതാണ്. എനിക്ക് പരിഷത്തിനെ പറ്റി അറിയാം. ഏതായാലും പിന്നെ വിചാരിച്ചു ഒരു ദിവസം ഒന്ന് പോയി നോക്കാം. അങ്ങനെ പോയി ഈ ചെറക്കുളത്തെ ഓഫീസിൽ. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു വലിയ അതിശയം തോന്നിയെന്നറിയോ, മേളിൽ കസേരയൊന്നുമില്ല, തറയിലിരിക്കുന്ന ഒരു 4-5 പേര്. ആരൊക്കെയാണ്? ജില്ലാ കളക്ടറായ രാജൻ, പിന്നെ ഇക്ബാൽ,
കൃഷ്ണകുമാർ ഇത് വെറും തറയില്ല, അത്രയ്ക്ക് താഴെ സ്ഥലമുള്ളൂ, അത്രയ്ക്ക് ഫർണിച്ചറും ഉള്ളൂ. അപ്പോൾ ടെറസിൽ ഇവിടെ ഇരിക്കുകയാണ്, ഇരുന്ന് വളരെ ഗംഭീരമായ ചർച്ചയാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ ചൊവ്വാഴ്ചയും ആ പരിപാടിയുണ്ട്. എന്താണോ സമകാലീനമായിട്ട് ശാസ്ത്ര രംഗത്ത് സംഭവിക്കുന്നത് അതിനെപ്പറ്റി അവിടെ ഈ കൂട്ടത്തിൽ ഒരാൾ തന്നെ പഠിച്ചു പറയും, മറ്റുള്ളവരെല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കും. അവിടെ വളരെ പ്രധാനപ്പെട്ട പരിഷത്തിന്റെ പിന്നീടുള്ള പ്രവർത്തനത്തിനൊക്കെ സഹായകമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മളുടെ പുകയില്ലാത്ത അടുപ്പിനെ കുറിച്ചുള്ള ഒരു പ്രോജക്റ്റിൽ കൂടിയാണ് പുകയില്ലാത്ത അടുപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ ഡിസൈൻ MB മുഖ്യ കോർഡിനേറ്റർ ആയിട്ട് രാമഭദ്രൻ പ്രധാന കോർഡിനേറ്ററും ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിൽ കൂടിയാണ് ആ പദ്ധതി ഉണ്ടായി വരുന്നത്. അപ്പൊ ഈ കൊച്ചു പരിഷത്ത് ഭവൻ ചെറിയൊരു കെട്ടിടം, അത് എനിക്ക് തോന്നുന്ന വാടക തന്നെ 100-200 കുറവ് രൂപയാണെന്നുള്ളൂ 1970കളുടെ തുടക്കത്തിൽ. അതിന്റെ ഫ്രണ്ടിലുള്ള കുറച്ച് സ്ഥലത്ത് ഒരു ചായ്പ് കെട്ടി ഉണ്ടാക്കിയിട്ട് അവിടെയായിരുന്നു പുകയില്ലാത്ത അടുപ്പ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിന്റെ കത്തിക്കലും പ്രോജക്റ്റും പദ്ധതിയും പരീക്ഷണങ്ങളും ഒക്കെ നടക്കുന്ന അവിടെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഊർജ വകുപ്പ് മന്ത്രിയായിരുന്ന KC പന്ത്, കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസഹായത്തോടുകൂടി നടക്കുന്ന ഒരു പരീക്ഷണമായിരുന്നത്. ഈ പദ്ധതിയുടെ ഇത് കാണാൻ വേണ്ടി അദ്ദേഹം വന്നതും നമ്മുടെ കൊച്ചു പരിഷത്ത് ഭവനിൽ 2 കസേര ഇട്ടിട്ട് അദ്ദേഹം യാതൊരു ബുദ്ധിമുട്ടില്ല അദ്ദേഹം വരികയും ചെയ്തു. അദ്ദേഹം മാത്രമല്ല, പ്രൊഫസർ യേശ്പാലും MGK മേനോൻ അടക്കമുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പരിഷത്ത് വളരെ ചെറിയൊരു സംഘടനയാണ്, പക്ഷെ അതിൽ ആ ചെറുപ്പത്തിന്റെ വലുപ്പം അറിഞ്ഞുകൊണ്ട് തന്നെ അവരൊക്കെ അവിടെ വരികയും ഇടപെടുകയൊക്കെ ചെയ്ത ആദ്യത്തെ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു മീറ്റിംഗ് ഉറങ്ങാൻ പോവാണ്, 5:10 മീറ്റിംഗ് ഉറങ്ങും എന്നൊക്കെ പറഞ്ഞപ്പോൾ 5:10 എല്ലാം റെഡിയായിരുന്നു. അപ്പോൾ ഇതേ മീറ്റിംഗ് ഉറങ്ങാത്തതെന്ന് വെച്ചാൽ MB വരും, വന്നിട്ട് ഉറങ്ങാം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഏതോ MB വരുന്നുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ വേറൊരാളൊരു സഞ്ചിയൊക്കെ തൂക്കി അകത്തോട് കയറി പോകുന്നേ കണ്ടു. അപ്പോഴും മീറ്റിംഗ് തുടങ്ങുന്ന മറ്റേ MB വരണ്ടേ. അപ്പോൾ ആരോ പറഞ്ഞില്ല, നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല MB വരുമെന്ന്. അല്ല, MB വന്നോ. നോക്കുമ്പോഴാണ് ഡോക്ടർ MB പരമേശ്വരൻ ആദ്യമായിട്ടാണ് ഞാൻ പരിചയപ്പെടുകയല്ല, കാണുകയും ചെയ്യുന്നു. അങ്ങനെ പരിഷത്തിൻ്റെ പ്രവർത്തന ശൈലി രൂപപ്പെട്ടു വന്നത് ആ ഭവൻ അകത്തു നിന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും അങ്ങനെയാണ്. അതിവിടെ മാത്രമല്ല, ഒരു കാലത്ത് തൃശ്ശൂരിൽ പരിഷത്ത് ഭവനിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞാൽ അതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവിടെയുള്ള പായൊക്കെ എടുത്തിട്ട് അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്. പരിഷത്ത് ഓഫീസല്ല, പരിഷത്ത് ഭവനാണ്. ആ ഭവൻ നമ്മുടെയൊക്കെ ഒരു വീടായിട്ടാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് രൂപപ്പെട്ട നമ്മൾ ഇന്ന് പാരിഷത്തികത എന്നൊക്കെ പറയുന്ന ഒരു ആത്മബന്ധമുണ്ട്, ഇതിനകത്ത് ഒരു ആത്മബന്ധമുണ്ട്. അത് രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം ശക്തമായ സ്വാധീനം ചെലുത്താൻ ഈ പരിഷത്ത് ഭവനുകൾ സഹായിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാക്കാനാണ്. വളരെ അനൗപചാരികമായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു അത്. ധാരാളം ആളുകൾ വരുന്ന ഒരു കേന്ദ്രമായിരുന്നു. ഇതിങ്ങനെ കേട്ടറിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന ആളുകൾ, എനിക്ക് തോന്നുന്നത് പിന്നെ സിദ്ധാർത്ഥ വരദരാജൻ JNUവിലൊക്കെ പ്രൊഫസറായിട്ടുള്ള 1-2 ആൾക്കാർ, സ്വാമി അഗ്നിവേശ് എന്താണ് ഈ പരിഷത്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു തവണ വന്ന് വർത്താനം പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പുറത്തുനിന്നുള്ള വിദേശത്തുള്ള ആൾക്കാരൊക്കെ വരുമായിരുന്നു. ഈ പരിഷത്ത് അന്നിങ്ങനെ പതുക്കെ പരിഷത്തിനെ കുറിച്ച് അറിഞ്ഞു വരുന്ന സമയമാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ധാരാളം. പിന്നെ വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഇപ്പോൾ രാധാമണി വരും, അണ്ണം വരും. ഞങ്ങളുടെ പരിഷത്തുകാരായിട്ടുള്ള മുഴുവൻ ആളുകളും വൈകുന്നേരത്ത് കുറേ നേരം കൂടുന്ന, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെന്നെത്താൻ ഒരു കാരണവശാലും എത്താതിരിക്കാൻ പറ്റാത്ത ഒരു കേന്ദ്രമായിരുന്നു. അത് തന്നെയായിരുന്നു എൻ്റെ ഒരു ഹാരം. പിന്നീട് അത് കഴിഞ്ഞ് അവിടുന്ന് തന്നെ ചെറക്കളം റോഡിൻ്റെ കുറച്ചും കൂടെ ഉള്ളിലേക്കുള്ള ഒരു കെട്ടിടത്തിലേക്ക് നമ്മൾ മാറി. കുറച്ചും കൂടെ കഴിഞ്ഞ ശേഷം അവിടുന്ന് എനിക്ക് തോന്നുന്നത് പാറ്റൂരിലേക്ക് മാറി. പാറ്റൂരിൽ നിന്ന് പിന്നീട് ആനേറയിലേക്ക്. അപ്പം ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് താമസിക്കും, ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അന്നത്തെ പരിഷത്തിന്റെ ഒരു വലിയ പ്രത്യേകത, ഒരു ശരാശരി ഒരു 10, 25, 30, 40 പേരെങ്കിലും വരും. പരിഷത്ത് ഭവൻ ആനേറുണ്ടായിരുന്ന അവസരത്തിൽ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നില്ല, അവിടെ പുസ്തകം കെട്ടാനും പുസ്തകം ചുമക്കാനും കൊടുക്കാനും ഒക്കെ നിൽക്കുന്ന ആരാന്നറിയാമോ? എല്ലാവരും പരിഷത്തുകാരാണ്. ഡോക്ടർ MB പരമേശ്വരൻ പുസ്തകം കെട്ടി ചുമന്നുകൊണ്ട് പോകുമ്പോൾ ആരോ പറഞ്ഞാൽ പൊക്കും പറഞ്ഞ മനുഷ്യൻ നല്ല CIQ ആണെന്ന് തോന്നുന്നു, നല്ല ചുറുചുറാന്ന് എടുക്കുന്നതാണ്. കാരണം യാതൊരു വ്യത്യാസവുമില്ലാതെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ, പരിഷത്ത് കുടുംബത്തിലെ അംഗങ്ങൾ, ആ പരിഷത്ത് കുടുംബത്തിൻ്റെ ഭവനാണ് ഭവനം. എന്നെ ഈ സംഘത്തിലേക്ക് ആകർഷിച്ചത് തന്നെ അതാണ്. കാരണം യാതൊരു വ്യത്യാസവുമില്ല. അവിടെ ഈ പറയുന്ന സ്ഥാനമോ ഡിഗ്രിയോ ഡിപ്ലോമ അതൊന്നും നമ്മൾ നോക്കാറില്ല. എല്ലാവരും അത് നമ്മൾ കണ്ടു കാണും. ഭാഷയത്തിന് എന്നാൽ ക്യൂ നിൽക്കുമ്പോൾ എല്ലാവരും നിൽക്കും, ക്യൂവിലാണ് നിൽക്കും. ആർക്കും പ്രത്യേകതയൊന്നുമില്ല. പ്ലേറ്റ് കഴിയുന്നത് എല്ലാവരും കഴിയണം. കാരണം ആ ഒരു തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ ഭവനുകൾ വളരെയധികം സഹായമുണ്ടായിരുന്നു. പുതിയ ധാരാളം ആശയങ്ങൾ അവിടെ വെച്ചുണ്ടാകും. അതിൽ നിന്നാണ് നമ്മുടെ കർമ്മ പരിപാടികൾക്ക് രൂപം കൊടുത്ത് വരാൻ കഴിഞ്ഞിട്ടുള്ളത്. പരിഷത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇരുന്ന് പ്രവർത്തിക്കാൻ ഒരിടം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് അന്ന് കണ്ടത്. പക്ഷേ നമ്മൾ കൂടെ മാറണം. ചിലർ ചെല്ലുമ്പം ഈ അടുപ്പിൻ്റെ സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ട് വെക്കാൻ പറ്റത്തില്ല,
എൻ്റെ ഇവിടുത്തെ മുറ്റത്തൊന്നും ഇതൊന്നും വെച്ചേക്കാൻ പറ്റത്തില്ല, അത് ഇതൊക്കെ നിങ്ങളെടുത്ത് മാറ്റണം. ഇങ്ങനെയൊക്കെയാണ് വീട്ടുടമസ്ഥർ പറയണത്. അവർ പറയുമ്പോഴൊക്കെ നമ്മൾ മാറണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വഞ്ചൂർ പരിശുദ്ധവനിൽ ഇരുന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി നമുക്കൊരെണ്ണം വാങ്ങിച്ചതെന്താ, ഒരു കെട്ടിടം അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ചിട്ട് കെട്ടിടം വയ്ക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്താലെന്താ. പക്ഷേ അപ്പോഴത്തേക്ക് അതിൽ ഒരു വിഭാഗം ഭയങ്കരമായിട്ട് എതിർത്തു. CP വിജയൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞു പോയി, യാതൊരു കാരണവശാലും സ്വത്ത് സമ്പാദിക്കാൻ പാടില്ല. സ്വത്ത് സമ്പാദിച്ചോ പരിഷത്തിൻ്റെ ഈ ഇൻഫോർമലായിട്ടുള്ള ഈ പ്രവർത്തനം എല്ലാം നിന്നുപോകും. അത് ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ ഒരു സജഷൻ വെക്കാൻ ചേച്ചിക്ക് തോന്നിയെന്നാണ് എന്നോട് ചോദിച്ചത്. ഏതായാലും കുറേ ചർച്ച ചെയ്തിട്ട് അന്ന് തൽക്കാലം വേണ്ട എന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞത്. പക്ഷേ അതിനുശേഷവും മനസ്സിനകത്ത് കുറേ പേരുടെയെങ്കിലും മനസ്സിനകത്ത് അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ ആ ചർച്ച വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഞാൻ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് ഇപ്പം നമ്മൾ മാറ്റി പണിയാൻ പോകുന്ന ഭവൻ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് മറ്റു പലയിടത്തും വാങ്ങിച്ചു കഴിഞ്ഞിരുന്നു. മറ്റുള്ളിടത്തൊക്കെ ആയിട്ട് ചെയ്താലും പരിഷത്തിനൊന്നും പറ്റിയില്ലല്ലോ, അതിൻ്റെ പ്രശ്നങ്ങളൊന്നും വന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്കത് പറഞ്ഞു നിൽക്കാമല്ലോ. അങ്ങനെ വന്നിട്ടാണ് ഈ ഇത് വാങ്ങിച്ചത്. വലിയൊരു എഫർട്ടായിരുന്നു എടുത്തത്. ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത്രയും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു പൈസയും കൈ വെച്ചുകൊണ്ടല്ലോ, ഒരു റെസീറ്റ് ബുക്ക് അടിച്ച് കൊണ്ടുനടന്ന് പിരിക്കാൻ പറ്റില്ല, അത് നമ്മൾ ചെയ്യൂല എന്ന് ഇതാണല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ പൈസ ഉണ്ടാക്കും? അതെ, ആദ്യത്തെ തീരുമാനം എല്ലാ അംഗങ്ങളും ഒരു മാസത്തെ ശമ്പളം. ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആ ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്നവരാണ്. ഒരു മാസത്തെ ശമ്പളം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മാസം എങ്ങനെ ജീവിക്കും എന്ന് ആലോചിക്കേണ്ട ആ ഒരു സാഹചര്യമുള്ളവരാണ് അധികം പേരും. പക്ഷേ എന്നാലും ആ ഒരു തീരുമാനം നമുക്ക് നടപ്പിലാക്കാൻ പറ്റി. 2 ഇൻസ്ട്രുമെൻ്റായിട്ടോ 3 ഇൻസ്ട്രുമെൻ്റായിട്ടോ ഒക്കെ ആണെങ്കിലും നമ്മുടെ അംഗങ്ങളിലിരുന്ന ഒട്ടുമിക്ക പേരും ഒരു മാസത്തെ തന്നു. അതുകൊണ്ട് വല്ലതും തികയും? അതുകൊണ്ട് തന്നെ തികയില്ല. പിന്നെയാണ് നമ്മൾ കണക്കിനെ പറ്റി ഒരു നല്ല പുസ്തകത്തിനെ പറ്റിയിട്ട് ആലോചിച്ചത്. ഒരു നല്ലൊരു പുസ്തകം നമുക്ക് ഇറക്കാൻ പറ്റി. എവിടെ അന്ന് എത്ര പുസ്തകം എവിടെല്ലാം കൊണ്ട് കൊടുത്തു എന്നുള്ളതിന് ഒരു കണക്കും കഴിയുമില്ല. ഒരുവിധം പരിചയമുള്ളവർ ഒരാളെ പരിചയപ്പെട്ടാൽ ഉടനെ പറയുന്നത് പരിഷത്തിന് ഒരു ഇത് വാങ്ങിക്കണം, അതിന് കുറച്ച് പൈസ വേണം. അപ്പം നമ്മൾ പിരിക്കില്ലല്ലോ, നമ്മൾ ഈ പുസ്തകം കൊടുത്തിട്ടാണെങ്കിൽ നല്ല നന്ദരം പുസ്തകമാണ്, ഒരു പുസ്തകം കൊടുക്കും. അങ്ങനെ ആ പുസ്തകം എനിക്കൊന്ന് മുഴുവൻ ചിലവായി, ബാക്കി ഒന്നില്ല. അതുപോലെ അടിച്ചത് മുഴുവൻ നമുക്ക് ചിലവാക്കാൻ പറ്റി. അങ്ങനെയൊക്കെയാണ് ഇത് തയ്യാറാക്കിയത്. ഇപ്പോഴത്തെ നമ്മുടെ മനസ്സിലെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു പരിഷത്ത് ഭവൻ എന്നല്ല, ഒരു സയൻസ് സെൻ്റർ എന്ന് തന്നെയാണ്. ഒരു പുതിയ പരിഷത്ത് ഭവൻ ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നം ഇതുപോലെ ആളുകൾ വന്നു കൂടുന്ന, പരിഷത്തിൻ്റെ സങ്കല്പം ഒരുപാട് വികസിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾ വന്നു ചേരുന്ന, ശാസ്ത്രകാരന്മാർ വന്നു ചേരുന്ന, ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഏത് വിവരവും അന്വേഷിക്കാവുന്ന ഒരു ഡിജിറ്റൽ റിസോഴ്സ് സെൻ്ററുള്ള, നമ്മുടെ സംഘടനയ്ക്ക് മാത്രമല്ല മറ്റുള്ളവർക്കൊക്കെ സയൻസിൻ്റെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എത്തിച്ചേരാവുന്ന, സയൻസുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ കാണാം, അങ്ങനെയൊക്കെയുള്ള ഒരു പരിഷത്ത് ഭവൻ കം സയൻസ് സെൻ്ററിനെ കുറിച്ചാണ് നമ്മൾ പുതിയ പരിഷത്ത് ഭവനെ കുറിച്ച് ആലോചിക്കേണ്ടത്. കാരണം അല്ലാതെ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുള്ള വലിയ കെട്ടിടങ്ങളുണ്ട്, ഒന്നും സംഭവിക്കാത്ത വലിയ കെട്ടിടങ്ങൾ. പിന്നെ നമ്മുടെ തന്നെ ആൾക്കാർ വളരെ ബുദ്ധിമുട്ടി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള മികച്ച കെട്ടിടങ്ങളായിരിക്കും. പക്ഷെ എന്താണ് അവിടെ നടക്കുന്നത് നോക്കുമ്പോൾ ജനബന്ധമുള്ള കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരിക്കലും സംഭവിക്കാതെ ധാരാളം ആളുകൾക്ക് വരാൻ പറ്റുന്ന, വരാൻ തോന്നുന്ന, അവരെ ക്ഷണിക്കുന്ന, അവർക്ക് കൂടിയിരിക്കാവുന്ന ഒരു കേന്ദ്രം. അപ്പോൾ അവന് പരിഷത്തുകാർ മാത്രം വിചാരിച്ചാൽ പോരാ. പരിഷത്തിൻ്റെ സുഹൃത്തുക്കൾ, ശാസ്ത്ര വിഷയത്തിൽ താല്പര്യമുള്ളവർ, ശാസ്ത്രം സമൂഹത്തിൽ എത്തിച്ചേരണം എന്ന് വിചാരിക്കുന്നവർ, കലാകാരന്മാർ. കാരണം കലയും ശാസ്ത്രം കൂടെ ഒരുമിപ്പിച്ച് ഒരുപാട് പരീക്ഷകൾ പരിഷത്ത് നടത്തിയിട്ടുള്ളതല്ലേ. പിന്നെ അത് ഉണ്ടാക്കുന്നതാണെങ്കിലും ശാസ്ത്രത്തോട് നീതി പുലർത്തുന്ന തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഉണ്ടാക്കാനാണ് നമ്മൾ പുതിയ പരിഷത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. പരിഷത്തിൻ്റെ ആശയങ്ങൾക്ക് അനുരൂപമായൊരു കെട്ടിടമാക്കി തീർക്കും. പരിഷത്തിൻ്റെ ആശയങ്ങളുമായി യോജിക്കുന്ന ആളുകളൊക്കെ ഒന്നുചേരാവുന്ന ഒരു കേന്ദ്രമാക്കി, ധാരാളം സ്ത്രീകൾ, ചെറുപ്പക്കാർ, കുട്ടികൾ ഒക്കെ വരുന്ന ഒരു കേന്ദ്രമാക്കി എങ്ങനെ അതിനെ മാറ്റാം, അത് സംബന്ധിച്ചുള്ള ആശയങ്ങൾ നമുക്ക് വേണം. അത് ഉണ്ടാക്കാൻ ആവശ്യമായ സാമ്പത്തികം നമുക്ക് വേണം, മറ്റു തരത്തിലുള്ള സഹായങ്ങൾ വേണം. ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ മനസ്സിലുള്ളൊരു സ്വപ്ന സയൻസ് സെൻ്റർ അല്ലെങ്കിൽ ഭവനായിട്ടത് മാറുക. സയൻസ് സെൻ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളത്തെ കേരളത്തിലും നാളത്തെ ഇന്ത്യക്കുമൊക്കെ ഒരുപാട് ഉപയോഗം ഉണ്ടാകത്തക്ക തരത്തിൽ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താൻ കഴിയും എന്നുള്ള വിശ്വാസക്കാരാണ് ഞാൻ.